ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലുള്ള സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ താൻ ഒരു വെടിനിർത്തലിന് ഇടനിലക്കാരനായി എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് മാർക്കോ റൂബിയോയുടെ ഈ പ്രതികരണവും. റഷ്യ യുക്രൈൻ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിലാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യ പാക് ബന്ധത്തെ പരാമർശിച്ചത്. ഒരു വെടിനിർത്തൽ ഉണ്ടാകാനുള്ള ഏക മാർഗം ഇരുപക്ഷവും പരസ്പരം നിർത്താൻ സമ്മതിക്കുക എന്നതാണ്. റഷ്യയ്ക്ക് അതിന് സമ്മതമല്ല. വെടിനിർത്തലുകളുടെ ഒരു സങ്കീർണത അത് നിലനിർത്തി പോകുക എന്നതാണ്. അത് വളരെ പ്രയാസകരവുമാണ്. അതായത് പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ എന്ത് സംഭവിക്കുന്നു, കംബോഡിയയ്ക്കും തായ്ലാന്റിനുമിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നെല്ലാം ഞങ്ങൾ ഓരോ ദിവസവും നിരീക്ഷിക്കുന്നുണ്ട്. വെടിനിർത്തലുകൾ വളരെ വേഗത്തിൽ തകരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് പോലെയുള്ള 3.5 വർഷത്തെ യുദ്ധത്തിന് ശേഷം എന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ഭാഗത്തു നിന്നും ആവർത്തിച്ചിട്ടുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ റൂബിയോ ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം അധികാരമേറ്റ ദിവസം നിലവിലുണ്ടായിരുന്ന ഓരോ ഉപരോധവും ഇപ്പോഴും അതേപടി തുടരുന്നു. ആ ഉപരോധങ്ങളുടെ എല്ലാം ആഘാതം നിലനിൽക്കുന്നുമുണ്ട്. എല്ലാ ദിവസവും അവർ പ്രത്യാഘാതങ്ങൾ നേരിടുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഉപരോധം ഈ യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിയിട്ടില്ല എന്നതാണ്. അതിനർത്ഥം ആ ഉപരോധങ്ങൾ അനുചിതമാണ് എന്നല്ല, അതിന്റെ ഫലത്തെ അത് മാറ്റിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് അവരെ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നതിനെ ബാധിക്കുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. അതേസമയം ഇന്ത്യ പാക് യുദ്ധത്തെ പരിഹരിച്ചത് അമേരിക്കയാണ് എന്ന് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. 6-7 വിമാനങ്ങൾ യുദ്ധത്തിനിടെ തകർന്നു. അവർ ആണവായുധ പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അമേരിക്ക ഇടപെട്ടതുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള അലാസ്ക ഉച്ചകോടിക്ക് മുൻപാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനം സ്ഥാപിക്കാൻ മധ്യസ്ഥത വഹിച്ചതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഞാൻ 6 യുദ്ധങ്ങൾ പരിഹരിച്ചു. എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്. റുവാണ്ടയുമായുള്ള കോങ്കോയിൽ 31 വർഷമായി ഒരു യുദ്ധം നടന്നു. അവയിൽ 6 ഞങ്ങൾ പരിഹരിച്ചു, സമാധാനം സ്ഥാപിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ 6-7 വിമാനങ്ങൾ തകർന്നു വീണു. അവർ ഒരുപക്ഷെ ആണവായുധങ്ങൾ ഉപയോഗിച്ചേനെ. ഞങ്ങളത് പരിഹരിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യ 5 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും മറ്റൊരു വലിയ വിമാനവും വെടിവെച്ചിട്ടതായി എയർ ചീഫ് മാർഷൽ സ്റ്റാഫ് അമർപ്രദീപ് സിംഗ് അടുത്തിടെ പറഞ്ഞിരുന്നു. വെടിവെച്ചിട്ട വിമാനങ്ങളിൽ 5 യുദ്ധവിമാനങ്ങളും മറ്റൊന്ന് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിരുന്നു. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ആദ്യമായിട്ടായിരുന്നു ഇന്ത്യൻ വ്യോമസേന വെളിപ്പെടുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നുവെന്ന് കേന്ദ്രം നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ശക്തമായ പ്രത്യാക്രമണം പാക് വ്യോമസേനയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേന്ദ്രം പറഞ്ഞത്. അടിസ്ഥാന സൗകര്യങ്ങളിലും നിരീക്ഷണ സംവിധാനങ്ങളിലും അടക്കം വ്യോമസേനയ്ക്ക് 20% നഷ്ടമാണ് ഉണ്ടായത്. വ്യോമതാവളങ്ങളിലുണ്ടായിരുന്ന F-16, J-17 ഉൾപ്പെടെ നിരവധി യുദ്ധവിമാനങ്ങളും തകർന്നു. നിയന്ത്രണ രേഖയിൽ നടത്തിയ തിരിച്ചടിയിൽ ഭീകരരുടെ ബങ്കറുകളും പാക് സൈനിക പോസ്റ്റുകളും തകർത്തതായും കേന്ദ്രം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.